ഹേ കൂട്ടുകാരെ, ഞാനിന്ന് ഇടിച്ചക്ക തീയൽ ഉണ്ടാക്കാൻ പോവാണ്. അതെങ്ങനെ ഉണ്ടാക്കണം കാണിച്ചു തരാം. വരും. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുക. ജീരകം, മല്ലി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മൂത്ത് വരട്ടെ. കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മൂത്ത് വരട്ടെ. ഒന്ന് വെയിറ്റ് ചെയ്യാം. മസാല നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. തേങ്ങ, അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി, നീളത്തിൽ അരിഞ്ഞതാണ് ചെറിയ ഉള്ളി, വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു തക്കാളിയാണ് കേട്ടോ. തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. അത് മിഡിലിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഉള്ളിയും പച്ചമുളകും കവർ ചെയ്യുക. അപ്പോൾ വേഗത്തിൽ വെന്ത് കിട്ടും. നമ്മുടെ ഇടിച്ചക്കയാണ്. ഇടിച്ചക്ക നന്നായി ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം കുക്കറിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് 2 വിസിൽ അടിച്ചതാണിത്. അപ്പോൾ അത് നമ്മുടെ വെളുത്തുള്ളി, ഈ തക്കാളി, പച്ചമുളക് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇടിച്ചക്ക ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ വറുത്ത് വെച്ച മസാലയാണത്. തേങ്ങയും കറുവപ്പട്ട എല്ലാം കൂടി അരച്ച് വെച്ച മസാല ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഇടിച്ചക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. നമ്മുടെ നാടൻ ചിക്കൻ്റെ സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഉള്ളി, കറി ലീവ്സ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുക. കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ